ആവിയിൽ വെറും 15 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാറിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഇനി ശർക്കരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അരക്കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ഹൈ സ്പീഡിൽ 1 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എൻ്റെ 1 കപ്പ് 250 ml ആണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ സ്പീഡിൽ ഇതൊന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ പൊടികൾ ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കണം. ആദ്യം 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കൺസിസ്റ്റൻസി റെഡിയാകാത്തതുകൊണ്ട് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ക്യാരറ്റിൽ നിന്നും ഒരല്പം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു കൂട്ട് കറക്റ്റ് പാകത്തിനായി കിട്ടിക്കോളും. അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിക്കാണ് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഞാൻ ഇതുപോലത്തെ കുഞ്ഞു പാത്രത്തിലാണ്. ആ ഒരു പാത്രം നല്ലപോലെ തന്നെ ആദ്യം എണ്ണ തടവി എടുക്കുന്നുണ്ട്. എണ്ണ തടവി എടുത്തതിന് ശേഷം കൂട്ട് ഇതിൻ്റെ 1/4 ഭാഗത്തോളമായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഇത് നന്നായിട്ട് പൊങ്ങി വരും. 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ ഒന്ന് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. സ്റ്റീമർ നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രങ്ങൾ ഇതിലേക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. ഇതുപോലെ സ്ക്യൂർ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അരികുകൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് വിടിയിച്ചതിന് ശേഷം കയ്യിലേക്ക് തന്നെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും ശർക്കരയും ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും ആവിയിൽ വെറും 15 മിനിറ്റിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.